ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SRT സീരീസിൽ ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുള്ള ഒരു അധ്യായത്തിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 വരുന്ന ഒരു അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നലെ നമ്മൾ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ഈ ഒരു അധ്യായം 6th ചാപ്റ്ററാണ് പഠിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളത് മുഴുവനാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ. ഇന്നലെ ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യത്തെ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ വെച്ച് നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളങ്ങനെ പഠിച്ച് വന്ന് ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് വരെ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടം വരെ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് സൈമൺ തിരിച്ചു പോവുക, സൈമൺ ഗോ ബാക്ക് എന്നതിനെക്കുറിച്ച് ഇവിടം തൊട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ചിട്ടുള്ള കമ്മീഷനായിരുന്നു സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ. 1919 ഭരണ പരിഷ്കാരങ്ങളെല്ലാം പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതുകൊണ്ട് കൂടുതൽ ഭരണ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1927 നിയമിച്ച ഈ ഒരു കമ്മീഷൻ സർ ജോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സർ ജോൺ സൈമന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു. ഈ കമ്മീഷനിൽ 7 അംഗങ്ങളുണ്ടായിരുന്നു. 7 പേരും ബ്രിട്ടീഷ് അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നിയമത്തിന്മേലുള്ള ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കമ്മീഷനിൽ 7 അംഗങ്ങളെ ഉള്ളൂ. 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു എന്നത് വലിയൊരു പ്രശ്നത്തിന് വഴിതിരിക്കുകയും ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം, അതായത് 1929 ഫെബ്രുവരി 3-ന് രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്, സൈമൺ തിരിച്ചു പോവുക എന്നത്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടിയിട്ടായിരുന്നു അവിടെ ഒരു ഹർത്താൽ നടന്നിരുന്നത്. ഈ ഒരു സമരത്തിൽ ലാഹോറിൽ വെച്ച് സമരക്കാർക്ക് നേരെ ലാത്തി ചാർജ് നടക്കുകയും സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവുമാണ് ലാലാ ലജ്പത് റായി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെടുകയും ചെയ്തു. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അങ്ങനെ മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യക്ക് വേണ്ടി ഡൊമീനിയൻ പദവി നൽകണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചതും 1928 ഓഗസ്റ്റ് 10-നായിരുന്നു. ഓഗസ്റ്റ് 10-നാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഇത് POQ ആണ്, മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തി. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ ഒരു നെഹ്റു റിപ്പോർട്ട് പ്രധാന സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ടൈം ലൈൻ 1928 എത്തിയിട്ടുണ്ട്. നെഹ്റു റിപ്പോർട്ട് 1928. ഇനി ബർദോളിയിലെ കർഷക മുന്നേറ്റം. 1928 ഗുജറാത്തിലെ മർദോളിയിൽ വലിയൊരു കർഷക സമരം ഉണ്ടായി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സമരം. ഈ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റുള്ളവരാണ് അബ്ബാസ് ത്യാബ്ജി, വിതൽ ഭായ് പട്ടേൽ എന്നിവർ. 1928 ഈ ഒരു ബർദോളി സത്യാഗ്രഹം.
എന്തായിരുന്നു ഈ ഒരു ബർദോളി സത്യാഗ്രഹത്തിന്റെ കാരണം? ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമായിരുന്നു ബർദോളി സത്യാഗ്രഹം. 1928 വർഷം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഈ ബർദോളി സത്യാഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സർദാർ വല്ലഭായി പട്ടേൽ എന്ന ഈ ഒരു പേരിലെ സർദാർ എന്നത് ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായി പട്ടേൽ നൽകിയ നേതൃത്വത്തിൽ അനുസ്മരിച്ചുകൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സ്ഥാന പേരാണ് സർദാർ എന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം സർദാർ വല്ലഭായി പട്ടേൽ എന്ന പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ പേര് നൽകിയത് ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. ബർദോളി സമരത്തിന്റെ പ്രധാന കാരണം നികുതി വർധനവായിരുന്നു. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിക്കുകയും കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകുകയും അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സമരം വിജയം നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്തത് ലാഹോർ സമ്മേളനം. ഇപ്പം നമ്മളിവിടെ എത്തി ഏത് വർഷമാണ്? 1928 അടുത്തത് ലാഹോർ സമ്മേളനം എപ്പോഴാണ്? 1929. ടൈം ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണെന്നറിയോ? അതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് കാരണമായിട്ടുള്ള സമ്മേളനമാണ് ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. 1929 ലാഹോർ സമ്മേളനം. ഈ ഒരു വർഷത്തിൽ 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത് ഇവിടെ നൽകിയിട്ടുള്ളത്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ. ഇപ്രകാരം ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടിട്ടുള്ളത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കാം. നമ്മൾ ഇതുവരെ ഈ ഒരു അധ്യായത്തിൽ ഇതുവരെ പഠിച്ച ഒരു കാര്യങ്ങൾ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതല്ല. അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് 1929 ഈ ലാഹോർ സമ്മേളനം എന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. രണ്ടാമതായിട്ട് ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കുന്നതിനായി ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു സമ്മേളനത്തിലായിരുന്നു. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. നിയമലംഘന പ്രസ്ഥാനം നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചു. ത്രിവർണ പതാക അംഗീകരിക്കുകയും 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. 1929 അധ്യക്ഷൻ, ലാഹോർ സെഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു സെഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി.
ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഈ ജനുവരി 26 ഈ ഒരു പ്രാധാന്യം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച തീയതിയായിരുന്നു 1930 ജനുവരി 26. അപ്പോൾ ആയതിനാൽ നമ്മൾ റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 അംഗീകരിക്കുന്നു. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായിട്ട് ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അവിടെ എന്താണ് ആവശ്യം? പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുകയുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും ആ ഒരു കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗാന്ധിജി അത് മുന്നോട്ട് വെച്ചു. തുടർന്ന് ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിക്കുകയും ചെയ്തു. ഗാന്ധിജി കയ്യിൽ ഉപ്പെടുത്തുകൊണ്ട് നിയമം ലംഘിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിക്കാനായിരുന്നു അവരുടെ തീരുമാനം. ഇതിനായിട്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. ഇതെല്ലാം PYQആണ്. ഈ നമ്പേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സബർമതി മുതലാണ് ദണ്ഡി കടപ്പുറം വരെയാണ് അവർ ആ ഒരു പദയാത്ര നടത്തിയത്. 78 പേരാണ് ആ ഒരു പദയാത്രയിൽ ഉൾപ്പെട്ടിരുന്നത്. 24 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഉപ്പ് കുറുക്കിക്കൊണ്ട് അവർ നിയമം ലംഘിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഉപ്പ് അവർ തിരഞ്ഞെടുത്തത്? ഉപ്പ് നിർമ്മാണം എന്നത് സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ നിയമം ലംഘിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. അതിനാലാണ് ഉപ്പ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും എല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വസ്തുവായിരുന്നു ഉപ്പ് എന്ന് പറയുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: നിന്ദ്യമായ കുത്തക എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർ ഉപ്പ് കുറുക്കിയ ഒരു പ്രതിഷേധ സമരം മുന്നോട്ട് വയ്ക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ 1930 ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയാണ് 78 അനുയായികളോടൊപ്പം ചേർന്നുകൊണ്ട് 385 കിലോമീറ്റർ 240 ഏകദേശം 240 മൈൽ ദൂരമാണ് ഗാന്ധിജി ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചത്. എപ്പോഴാണ്? 1930 മാർച്ച് 12-നാണ്. മാർച്ച് 12-ന് 1930 മാർച്ച് 12-നാണ് 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഏകദേശം 385 കിലോമീറ്റർ ദൂരമുള്ള യാത്ര ഗാന്ധിജി തിരിച്ചത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഡേറ്റ് എന്താണ് എന്ന് തോന്നിയേക്കാം. 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. തീയതികൾ നോട്ട് ചെയ്യണം കേട്ടോ. തിക്കിക്കൂടിയവരോട് ഗാന്ധിജിയുടെ ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം,
തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയും 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. 1930 മെയ് 21 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞടിച്ച് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തി ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നതുവരെ മർദ്ദിക്കുകയും പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ടു പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വരികയും ചെയ്തു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉമായിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവു യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെയുള്ള സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. അത്തരത്തിലുള്ളതായിരുന്നു ധരാസനയിലെ പോരാട്ടം എന്നുള്ളതാണ് അവിടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇതിന്റെ സോഴ്സും ബിപിൻ ചന്ദ്രയുടെ തന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് തന്നെയാണ്. നിയമലംഘന കാലത്ത് സരോജിനി നായിഡു, ഇമാം സാഹേബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിന്റെ വിശദീകരണം എന്നോണമാണ് ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, വടക്കു പടിഞ്ഞാറ് ഇന്ത്യ നിയമലംഘന സമരത്തിന് പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആയിരുന്നു ഈ ഒരു വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് അതിർത്തി ഗാന്ധി എന്ന്. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അറിയപ്പെട്ടിരുന്ന പേരാണ് അതിർത്തി ഗാന്ധി. ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. അതാണ് ഖുദായി ഖിദ്മത്ഗർ എന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ഈ ഒരു സമരത്തിൽ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഓരോ ജനവിഭാഗങ്ങൾ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നിവിടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. കർഷകർ സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയുമാണ് കർഷകർ സമരത്തിൽ പങ്കാളികളായത്. തൊഴിലാളികളാണെങ്കിൽ റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുകയും മഹാരാഷ്ട്രയിലെ ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗോത്രജനതയാണെങ്കിൽ വനനിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കാടുകളിൽ കയറി വനവിഭവങ്ങൾ ശേഖരിച്ചും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളാകുകയായിരുന്നു. ഉപ്പു നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സ്ത്രീകൾ സജീവമായി പങ്കെടുക്കുകയും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമൊന്നും കച്ചവടക്കാരും വ്യവസായികളും തയ്യാറാകാത്ത സാഹചര്യത്തിലും ഇവരെല്ലാവരും തന്നെ ഇവരുടേതായ രീതിയിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം സമരത്തിന് അറിയിക്കുകയും ചെയ്തു. ഇനി റാണി ഗൈഡിലിയു. ആരാണ് റാണി ഗൈഡിലിയു? നിയമലംഘന സമരകാലത്ത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയാണ് റാണി ഗൈഡിലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായിട്ടുള്ള റാണി ഗൈഡിലിയു അവരുടെ യൗവനകാലം മുഴുവൻ ജയിലിലാണ് കഴിഞ്ഞത്. അങ്ങനെ ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇവരെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത്: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരും. ഇപ്രകാരമാണ് ജവഹർലാൽ നെഹ്റു റാണി ഗൈഡിലിയുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിവസം വരും എന്ന്.
അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗൈഡിലിയു ജയിൽ മോചിതയാകുന്നത്. അപ്പോൾ ആരാണ് റാണി ഗൈഡിലിയു എന്ന് ചോദിച്ചാൽ, റാണി ഗൈഡിലിയു കിഴക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നാഗാലാൻഡിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് റാണി ഗൈഡിലിയു. അപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു റാണി ഗൈഡിലിയുവിനെ വിശേഷിപ്പിച്ച ഒരു പേരുണ്ട്, അറിയാമോ? നാഗന്മാരുടെ റാണി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, നാഗന്മാരുടെ റാണി എന്ന് റാണി ഗൈഡിലിയുവിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സന്ധി സംഭാഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. പരിമിതമായിട്ടുള്ള ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുകയും ഇതിനായിട്ട് ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടക്കുകയും ചെയ്തു. ഈ കൂടിയാലോചനകളാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1930 നടന്ന ആദ്യകാല സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. വട്ടമേശ സമ്മേളനങ്ങൾ 3 തരത്തിലാണുള്ളത്, നമുക്കറിയാം. ഒന്നാം വട്ടമേശ സമ്മേളനം 1930 1931 രണ്ടാം വട്ടമേശ സമ്മേളനം, 1932 മൂന്നാം വട്ടമേശ സമ്മേളനം. അങ്ങനെ 1930 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ, ആദ്യത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധികൃതരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അങ്ങനെ ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്യുന്നത് സരോജിനി നായിഡു ആയിരുന്നു. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് അറിയപ്പെടുന്നത്. 1931 മാർച്ച് 5 ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ പാക്ട് അഥവാ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നിയമലംഘന സമരം നിർത്തിവെക്കുന്നു, ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഗാന്ധിജി അംഗീകരിക്കുന്ന വ്യവസ്ഥകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗാന്ധി ഇർവിൻ പാക്റ്റിൽ 1931 ഗാന്ധിജി അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥകളാണിത്. സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നേതാക്കൾ പങ്കെടുക്കും, എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കില്ല, പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല എന്നും ഗാന്ധിജി ഇവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. ഗാന്ധിജി അംഗീകരിക്കുന്ന വ്യവസ്ഥകളാണ് ഇവയൊക്കെ. എങ്കിൽ കൂടിയും രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായിട്ടാണ് അവസാനിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം. അങ്ങനെ 1932 മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം സംഭവിക്കുന്നു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലും INC പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് ആ ഒരു സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളായി ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും മാറുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു. അങ്ങനെ ഗാന്ധിജിയും കോൺഗ്രസും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്തുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള സമര രീതികളൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം തന്നെ വ്യത്യസ്തമായ മറ്റ് മാർഗങ്ങളും പലരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വ്യത്യാസം എന്ന് പറയാൻ കാരണം ഗാന്ധിജിയുടെ മാർഗം എന്തായിരുന്നു? അഹിംസയാണ്. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലരവിടെ വിപ്ലവത്തിൻ്റെ വഴികൾ സ്വീകരിച്ചു.
ഇത്തരത്തിൽ വിപ്ലവത്തിൻ്റെ വഴികൾ സ്വീകരിച്ചത് പ്രധാനമായും ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ അഹിംസാ മാർഗം വിട്ട് വിപ്ലവത്തിൻ്റെ മാർഗം സ്വീകരിച്ചത്? അതിന് കാരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയം ഒരു കാരണമാണ്. അതുപോലെ നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചത് അതും യുവാക്കളെ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിക്കുന്നതിനായിട്ട് സ്വാധീനിച്ചു എന്നുള്ളതാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. ഇതിനെ തുടർന്നാണ് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന വിപ്ലവ സംഘടന രൂപം കൊള്ളുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഈ ഒരു അസോസിയേഷൻ്റെ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ആസാദ്, സച്ചീന്ദ്രനാഥ് സന്യാൽ, റാം പ്രസാദ് ബിസ്മില്ല, യോഗേഷ് ചാറ്റർജി എന്നിവരായിരുന്നു. ഈ ഒരു അസോസിയേഷൻ HRA രൂപം കൊള്ളുന്നത് 1924 പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുക എന്നതായിരുന്നു. അങ്ങനെ കാക്കോരി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ്. കാക്കോരി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ്. അതെന്താണ് കാക്കോരി ഗൂഢാലോചന കേസ് എന്ന് താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും അതിലേതാനും പേർ പിടിയിലാവുകയും ചെയ്തു. ഈ സംഭവമാണ് കാക്കോരി ഗൂഢാലോചന കേസ്, കാക്കോരി കേസ് എന്ന് അറിയപ്പെടുന്നത്. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കുന്നതിനായി വിപ്ലവകാരികൾ ശ്രമിച്ചത്. വിശദമായിട്ട് ഇത് ഇവിടെ നൽകിയിട്ടുണ്ട്. കാക്കോരി ഗൂഢാലോചന കേസ് എന്താണ്? കാക്കോരി സംഭവം ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തുന്നതിനായിട്ട് 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലഖ്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടികൾ തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കുന്നു. നിരവധി പേർ ഈ ഒരു കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. റാം പ്രസാദ് ബിസ്മിൽ, അശ്വഖുള്ള ഖാൻ, രാജേന്ദ്ര ലാഹരി, റോഷൻ സിംഗ് എന്നിവർ ഈ ഒരു കേസിൽ വധശിക്ഷ ലഭിക്കുന്ന വ്യക്തികളാണ്. ഇതുകൂടാതെ 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തുകയും 17 പേർക്ക് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഇതാണ് കാക്കോരി ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വം വന്ന ശേഷമാണ്. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA, നമ്മളിവിടെ HRA ആണ് പഠിച്ചത്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924. എന്നാൽ 1928 ഭഗത് സിംഗും കൂട്ടരും കൂടി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ഇവിടെ പ്രധാനമായും 2 പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ ഉദ്യോഗസ്ഥൻ പങ്കാളിയായിട്ടുള്ള സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ, സാൻഡേഴ്സൺ ഈ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, സാൻഡേഴ്സൺ എന്ന ഈ ഒരു ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊല്ലുകയാണ്. അതുപോലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റുന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1931 യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇപ്രകാരം പറയുന്നുണ്ട്: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്.
എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകര പ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ചുനാൾ ഒഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനാവില്ലെന്ന് എനിക്കുറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗിന് ബോധ്യമുണ്ടായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടകരമായ മറ്റൊന്നാണ് മതവർഗീയത എന്നാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും വളരെയേറെ സജീവമായിരുന്നു. സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ച് ഭരണകൂടത്തെ ഞെട്ടിച്ച ഒരു സംഭവം കൂടി നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇതുകൂടാതെ സ്ത്രീകളുടെ സാന്നിധ്യം, വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യവും വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഉദാഹരണത്തിന് പ്രീതിലത വദേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ ഇവരിൽ പ്രധാനികളായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ പ്രാധാന്യവും നമ്മൾ കണ്ടു. ഇനി CSPയിലേക്ക്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവുമാണ് ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു ഈ ഒരു CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ഈ ഒരു CSPയുടെ ആദ്യത്തെ സെക്രട്ടറി. ജയപ്രകാശ് നാരായൺ ആയിരുന്നു CSPയുടെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്തുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു ഈ ഒരു പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുന്നതിനായിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകളുടെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കമലാദേവി ചതോപാധ്യായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവ സാന്നിധ്യമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നൽകിയ ഒരു പ്രസംഗത്തിൽ അവരിപ്രകാരമാണ് പറയുന്നത്: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പകരം സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ ബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗവിഭാഗത്തിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയാണ് ഈ ഒരു വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് ഇദ്ദേഹം കമലാദേവി ചതോപാധ്യായ പറയുന്നത്. ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് രാമചന്ദ്ര ഗുഹയുടെ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കമലാദേവി ചതോപാധ്യായ CSPയുടെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു. ചെറിയൊരു സാങ്കേതിക പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വെച്ച് ഈ ഒരു ചാപ്റ്റർ തൽക്കാലം നിർത്തുകയാണ്. ഇന്നലെ പറഞ്ഞൊരു ചോദ്യം പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് നിർത്താം. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1920 നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര് എന്ന് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിജയരാഘവാചാര്യാണ് കേട്ടോ ഉത്തരമായിട്ട് വന്ന്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു, നല്ലത്. അതുപോലെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.